നല്ല രസമുള്ള തണുപ്പുണ്ട് ഇവിടെ, അൽഹംദുലില്ലാ. പക്ഷേ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഈ പ്രപഞ്ചത്തെ സംവിധാനിച്ചിരിക്കുന്ന വലിയൊരു അത്ഭുതം നോക്കണേ. ഒരു 30-40 കിലോമീറ്റർ അപ്പുറത്തൊരു കാലാവസ്ഥ വേറെയാണ്, ഇവിടെ ഒരു കാലാവസ്ഥ വേറെ. സുബ്ഹാനല്ലാഹ്. ഈ പ്രപഞ്ചം നിങ്ങളാണോ പടച്ചത്? ഇവിടുത്തെ മലകളും ചെടികളും പക്ഷികളും മൃഗങ്ങളും സസ്യലതാദികളും കോടിക്കണക്കിന് ജീവജാലങ്ങൾ, ഓരോന്നും അത്ഭുതമാണ്. ഓരോ ജീവിയും അത്ഭുതം, ഓരോ പക്ഷിയും അത്ഭുതമാണ്. നമ്മൾ കാണാത്തത്, ശാസ്ത്രകാരന്മാർ ഇതുവരെ കാണാത്ത എത്ര ഉണ്ടെന്ന ലോകത്ത്. അം ഖുലിഖൂ മിൻ ഗൈരി ഷൈഇൻ അം ഹുമുൽ ഖാലിഖൂൻ. ഇതൊക്കെ പടച്ചത് അവരാണോ? അം ഖലഖുസ് സമാവാതി വൽ അർദ്. ആകാശ ഭൂമികളെ പടച്ചത് അവരാണോ? മനുഷ്യനാണോ അതൊക്കെ പടച്ചത്? അവർ പറയുന്നുണ്ടല്ലോ ഞങ്ങളാണ്. നിങ്ങൾ എന്താ പടച്ചത്? അല്ലാഹ് ചോദിക്കുക. ഈ ഭൂമി ഇങ്ങനെ തിരിയാ, നമ്മൾ ആലോചിച്ച് നോക്കിയാൽ ഭയങ്കര പേടി തോന്നും. നമ്മളിപ്പോൾ ഭൂമിയിൽ കൂളായിട്ടിരിക്കല്ലേ. 1 മണിക്കൂർ കഴിഞ്ഞ് അത് തുടങ്ങിയിട്ട് 1,08,000 കിലോമീറ്റർ ഈ ഭൂമിമ ഇരുന്നിട്ട് നമ്മൾ സൂര്യൻ്റെ ചുറ്റുമുള്ള ആ ഭ്രമണപഥത്തിൽ 1,08,000 കിലോമീറ്റർ ഇപ്പം നമ്മൾ ഓടിയിട്ടുണ്ട്. നമ്മൾ അറിഞ്ഞിട്ട് പോലും ഇല്ലല്ലോ. 1 മണിക്കൂർ കൊണ്ട് 1,08,000 കിലോമീറ്ററാണ് നമ്മൾ ഓടുന്നത് ഭൂമിൻ്റെ കൂടെ. ഭൂമി ഓടാണ്. എവിടെ നിന്നാണ് ഈ എനർജി? ഏത് പെട്രോൾ സ്റ്റേഷനിൽ നിന്നാണ് ഭൂമി പെട്രോൾ അടിക്കണം നമുക്കറിയോ? ഇതങ്ങനെ ഓടുകയാണ്, നമ്മൾ അറിയുന്ന പോലുമില്ല. 1,08,000. ഇവിടുന്ന് ദുബൈക്കാകെ 2,600 കിലോമീറ്റർ ഉള്ളൂ. 1,08,000 കിലോമീറ്റർ 1 മണിക്കൂറിൽ. 2 മണിക്കൂറാകുമ്പോൾ കൂട്ടിക്കോളി, 2,16,000 കിലോമീറ്ററായി. 3,24,000 കിലോമീറ്റർ. ഇങ്ങനെ കൂടി പോവാണ്. ഓരോ മണിക്കൂറിൽ ഇത്ര ദൂരം പോകുന്നുണ്ട് നമ്മൾ അറിയുന്നുണ്ടോ? ഈ ഭൂമി ആ പോക്കങ്ങ് നിർത്തിയെന്ന് വിചാരിക്കുക. ആരാ പോയിട്ട് ഉന്തി കൊടുക്കുക? ഇവർക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ചെയ്യാൻ പറ്റൂല. അല്ലാഹു തആല ചോദിക്കണില്ലേ, ഈ പ്രപഞ്ചത്തിലെങ്ങാനും ലൗ ജഅലല്ലാഹു ലകുമുൽ ലൈല സർമദൻ ഇലാ യൗമിൽ ഖിയാമ മൻ ഇലാഹുൻ ഗൈറുല്ലാഹ് യഅതീകും ബിളിയാ. കാലം മുഴുവനും ഇരുട്ട് തന്നെ. ഭൂമിയുടെ കറക്കത്തിൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഒരു മാറ്റം വരുത്തി. നിങ്ങൾക്ക് പകല് സംഭവിക്കുന്നില്ലെങ്കിൽ അല്ലാഹു അല്ലാതെ ആരാണ് നിങ്ങൾക്ക് സൂര്യോദയം കൊണ്ടുതരാനുള്ളത്? കാലം മുഴുവൻ രാത്രി എന്ന് വിചാരിക്കുക. നമ്മുടെ ജനറേറ്ററും നമ്മുടെ എല്ലാ പവർ സപ്ലൈയും തീരൂലേ? എന്ത് ചെയ്യാൻ പറ്റും? അം ഖലഖുസ് സമാവാതി വൽ അർദ്. ഈ പ്രപഞ്ചങ്ങളെ പടച്ചത് മനുഷ്യനാണോ? ഒരിക്കലുമല്ല. നമ്മൾ വരുന്നതിൻ്റെ മുമ്പ് ഇവിടെ ഈ പ്രപഞ്ചമുണ്ട്. ഇനി നമ്മൾ പോയാലും ഈ പ്രപഞ്ചം, ഇപ്പോൾ ഇവിടെയുള്ള കുട്ടികളടക്കം ഒരു 100 കൊല്ലം കഴിഞ്ഞാൽ നമ്മളൊരൊറ്റ കുട്ടി ഭൂമിൻ്റെ മുകളിൽ ഉണ്ടാവില്ല. ഉറപ്പല്ലേ? ഏകദേശം ഉറപ്പ്. സെഞ്ചുറി അടിച്ച് മുമ്പോട്ട് പോകണതിൽ വളരെ കുറച്ചല്ലേ ഉണ്ടെങ്കിൽ വളരെ കുറച്ചേ ഉണ്ടാവുള്ളൂ. ഇനി ഇപ്പം 2024 2124 ഞാനും നിങ്ങളൊന്നും ഈ ഭൂമിൻ്റെ മുകളിൽ ഇല്ല എന്ന കാര്യം 150% ഉറപ്പാണ്. നമ്മളൊന്നും ഉണ്ടാവില്ല. നമ്മളൊക്കെ പോയിട്ടുണ്ടാവും. സ്ഥലം വാടകപ്പുര ഒഴിഞ്ഞെടുക്കൂലേ? ഇപ്പോൾ പുതിയ ആൾക്കാരോട് വന്ന് താമസിക്കും. അപ്പോൾ വേറെ കുറേ ആൾക്കാർ ഇവിടെ ഇരുന്ന് ഇങ്ങനെ വേദ പറയും, കഴിഞ്ഞ തലമുറ കഴിഞ്ഞു പോയിട്ടോ, അവരൊക്കെ നല്ല പുറത്തു കൊടുക്കട്ടെ എന്ന് പറയും. അങ്ങനെയൊക്കെ പറഞ്ഞു കിട്ടിയാൽ അൽഹംദുലില്ലാഹ് നമ്മൾ രക്ഷപ്പെട്ടു. നമുക്ക് വേണ്ടിയൊക്കെ പിൻഗാമികൾ ദുആ ചെയ്ത് കിട്ടിയാൽ അള്ളാഹു നമുക്കും നമ്മുടെ മുൻകഴിഞ്ഞവർക്കും വരാനിരിക്കുന്നവർക്കൊക്കെ അള്ളാഹു പുറത്തു കൊടുക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. നമ്മൾ ഉണ്ടാവില്ല. നമ്മൾ വരുന്നതിൻ്റെ മുമ്പ് ഈ ഭൂമിയുണ്ട്. ഇവിടെ ഡൈനോസറുകളുണ്ട് എന്നാണ് പറയുന്നത്. മനുഷ്യരെ പോലെ നിവർന്നു നടന്ന ജീവികൾ ഇവിടെ ഉണ്ടായിരിക്കാൻ സാധ്യതയുണ്ട്. ചില ഫോസിലുകൾ കണ്ടെത്തി എന്ന് പറയുന്നു. അല്ലാഹു അലം. പക്ഷേ നമ്മൾ വരുന്നതിൻ്റെ മുമ്പ് ഈ പ്രപഞ്ചമുണ്ടല്ലോ, പിന്നെ എങ്ങനെ ഇതിനെ നമ്മളാ പടച്ചതെന്ന് പറയാം? നമ്മളല്ല പടച്ചത്, സ്വയം ഉണ്ടായതുമല്ല. അപ്പൊ വേറെ ഒരൊറ്റ ഓപ്ഷനേ ബാക്കിയുള്ളൂ, അത് വേറെ ഒരാൾ പടച്ചതാണ്. ആ ആളെ പേരാണ് അല്ലാഹ്. അല്ലാഹ് എന്ന് വിളിക്കാൻ മടിയുണ്ടോ? അപ്പൊ അവര് പറയും പ്രകൃതി. ഈ പ്രകൃതി എന്തെങ്കിലും ചെയ്യോ? പ്രകൃതി അങ്ങനെ സൃഷ്ടിച്ചു എന്ന് പറയും ചിലർ. അല്ലാഹ് എന്ന് പറയാൻ, സ്രഷ്ടാവ്, ദൈവം, പടച്ചവൻ എന്ന് പറയാൻ അഹങ്കാരം കൊണ്ട് മടിയുള്ളവരാ അങ്ങനെ പറയുള്ളൂ. പ്രകൃതി സൃഷ്ടിച്ചു എന്ന് പറയാം. എന്തേ? പ്രകൃതി എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടോ? അങ്ങനെ സംഭവം ഉണ്ടോ? പടച്ചവൻ പടച്ചതിനെയല്ലേ, സൃഷ്ടിപ്പിനെ കുറിച്ചല്ലേ പ്രകൃതി എന്ന് പറയൂ. അത് സൃഷ്ടിക്കുന്ന സാധനമാണോ? അല്ല, മനുഷ്യന്റെ അഹങ്കാരമാണത്. ദൈവം എന്ന് പറയാൻ മടിയാണ്. ഓ മൈ ഗോഡ്. ഇംഗ്ലീഷുകാരനൊക്കെ അങ്ങനെ വിളിക്കും. ഇപ്പം മാറ്റുന്നുണ്ട്, ഓ മൈ ഗോഷ് എന്ന് പറയും. ഗോഡ് എന്ന് പറയുമ്പോൾ ദൈവമേ എന്നല്ലേ. അപ്പോൾ അത് പറയാൻ ഇച്ചിരി മടി. ഓ മൈ ഗോഷ്, സുബ്ഹാനല്ലാഹ്. ഗോഡ് എന്ന് പറയണ്ട, വേറെന്തെങ്കിലും പറയാം. ഓ മൈ ഗുഡ്നെസ്, ചിലർ അങ്ങനെ പറയും. ഓ മൈ ഗുഡ്നെസ്, ഓ മൈ ഗോഡ്, ഓ ദൈവമേ.
കാറ്റ് സ്റ്റീവൻസ് അങ്ങനെയാണ് വിളിച്ചത്. മിയാമി ബീച്ചിൽ കുളിക്കാനിറങ്ങിയിട്ട് വലിയൊരു തിരമാല വന്ന് 1970 പോപ്പ് സിംഗർ, ഇന്ന് ജീവിച്ചിരിപ്പുള്ള ആളാ, UK കാരനാണ് കാറ്റ് സ്റ്റീവൻസ്. അദ്ദേഹത്തിന്റെ ചരിത്രം നമ്മൾ പറഞ്ഞിട്ടുണ്ട് പലവരും. തിരമാല വന്നങ്ങ് പൊക്കിക്കൊണ്ടേതാ. അദ്ദേഹം കുളിക്കാൻ ഒരു ഹോളിഡേയിൽ കുളിക്കാൻ വേണ്ടി ഇറങ്ങിയതാ മിയാമി ബീച്ചിൽ. അയാൾ ഉറപ്പിച്ചു മരിച്ചു. തിരമാല വന്നങ്ങ് പോയി, കരയിലേക്ക് തിരിച്ചു വരാൻ പറ്റുന്നില്ല. കിട്ടിയ ചാൻസിൽ ഒരൊറ്റ നിലവിളിയാണ്, ഓ മൈ ഗോഡ്, ഇഫ് യു സേവ് മീ ഐ വിൽ വർക്ക് ഫോർ യു. പടച്ചോനെ, അങ്ങനെ ഒരാൾ അവിടെ ഉണ്ടെങ്കിൽ. ഉപരി പറയാണ്, എനിക്കന്ന് വിശ്വാസമില്ലായിരുന്നു പടച്ചോനെ കുറിച്ച്. അങ്ങനെ ചെത്തിപ്പൊളിച്ച് നടക്കുന്ന സമയം, പോപ്പ് സിംഗർ അല്ലേ. ഞാൻ പറഞ്ഞു, ദൈവമേ, അങ്ങനെ ഒരു ദൈവം ഉണ്ടെങ്കിൽ, ഇഫ് യു സേവ് മീ, ഈ ഒരു കടലിന്റെ ഈ തുരുത്തിൽ നിന്ന് നീ എന്നെ രക്ഷിക്കുകയാണെങ്കിൽ, കരയിലേക്ക് തിരിച്ചു വരാൻ എന്നെ നീ സഹായിച്ചാൽ, ഐ വിൽ വർക്ക് ഫോർ യു, ഞാൻ നിനക്ക് വേണ്ടി പണിയെടുക്കും. അദ്ദേഹം പറയാം, അത്ഭുതകരമായൊരു തിരമാല ഇങ്ങോട്ടങ്ങ് അടിച്ചു. ആ തിരമാലയുടെ ഫോഴ്സിൽ ഇയാൾ കരയിൽ ചെന്ന് അടിയുകയാണ്. ഇന്ന് ജീവിച്ചിരിപ്പുള്ള മനുഷ്യനാണ്. അദ്ദേഹത്തിന്റെ ഇന്റർവ്യൂ ഉണ്ട്, അദ്ദേഹത്തിന്റെ ഈ സംഭവം അദ്ദേഹം വിവരിക്കുന്നുണ്ട്. അതിൽ അദ്ദേഹം പറഞ്ഞു, ഞാൻ ദൈവത്തിന് കൊടുത്തൊരു വാക്കാണത്. ഞാൻ ഒരിക്കലും രക്ഷപ്പെടില്ല എന്ന് വിചാരിച്ചതാ, ഞാൻ രക്ഷപ്പെട്ടു. അതുകൊണ്ട് ഇനി ദൈവം ആരാണെന്ന് എനിക്ക് അറിയണം. അദ്ദേഹം ക്രിസ്ത്യാനിസം പഠിച്ചു, ജുഡായിസം പഠിച്ചു, ബുദ്ധിസം പഠിച്ചു, ഹിന്ദുയിസം പഠിച്ചു, ലോകത്തിന്റെ പ്രമുഖ മതവിശ്വാസങ്ങളൊക്കെ പഠിച്ചു. അവസാനം ഇസ്ലാമും പഠിച്ചു. ഇന്ന് അദ്ദേഹത്തിന്റെ പേര് യൂസുഫുൽ ഇസ്ലാം എന്നാണ്. അദ്ദേഹം ഇസ്ലാമിന്റെ ഒരു പ്രബോധകനാണ്. അവസാനം എത്തിച്ചേർന്നത് ദീനിന്റെ വെളിച്ചത്തിലേക്കാണ്. ചിലർക്ക് അങ്ങനെയാണ്. ഹിദായത്ത് ലഭിക്കുന്നത് പല വിധേനയാണ്. ഹുദൽ ലിന്നാസ് വബൈനാതിൻ മിനൽ ഹുദാ വൽ ഫുർഖാൻ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 23 കൊല്ലം ദഅവത്ത് ചെയ്തു. 23 കൊല്ലത്തെ പ്രബോധനം. 23 വർഷമാണ് ദീനിന്റെ ദഅവത്തിന്റെ കാലം. 40-ാമത്തെ വയസ്സിൽ പ്രവാചകത്വം, 63-ാമത്തെ വയസ്സിൽ ഹബീബിന്റെ മരണം. ഇതിനിടയിലുള്ള 23 വർഷം. ആ 23 വർഷങ്ങളിൽ 22 കൊല്ലവും ഹബീബിന്റെ ശത്രുവായിരുന്ന ഒരാൾ 23-ാമത്തെ വർഷം, ഹബീബ് വഫാത്താകുന്ന വർഷം ഇസ്ലാം സ്വീകരിക്കുകയാണ്. അദ്ദേഹവും അദ്ദേഹത്തിന്റെ ഭാര്യയും. മക്കാ വിജയം നടക്കുമ്പോൾ മദീനയിൽ നിന്ന് 10,000 സ്വഹാബികളെയും കൊണ്ട് നബി തങ്ങൾ മദീനയിൽ നിന്ന് മക്കയിലേക്ക് മാർച്ച് ചെയ്തു വന്നു. കഅബാലയത്തിന്റെ തിരുമുറ്റത്തേക്ക് കടന്നു വരേണ്ട ദിവസം, അതിന്റെ തലേ രാത്രി മക്കയുടെ സബർബിൽ അവർ മുഴുവനും ക്യാമ്പ് ചെയ്തിരിക്കുകയാണ്. 10,000 വിളക്കുകൾ കത്തിക്കാൻ പറഞ്ഞു നബി തങ്ങൾ. 10,000 സ്വഹാബിമാർ ഓരോരുത്തരും അവരുടെ ടെന്റിന്റെ അടുത്ത് ഒരു വിളക്ക് കത്തിച്ചു. 10,000 ലൈറ്റ്. 10,000 ലൈറ്റ്. ആലോചിച്ച് നോക്കി, മരുഭൂമി നിറയെ വെളിച്ചം. ഇത് കണ്ട് പേടിച്ച് വിറങ്ങലിച്ച ഈ നേതാവ് അള്ളാഹുവിന്റെ റസൂലിന്റെ അരികത്തേക്ക് പോവുകയാണ്. അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ കൈപിടിച്ച്. മക്കയുടെ നേതാവാണ് ഇദ്ദേഹം. ഇനി ഒരിക്കലും മക്ക തിരിച്ചു കിട്ടില്ല, മക്ക നിബിധങ്ങൾ പിടിച്ചടക്കി എന്ന് അദ്ദേഹത്തിന് ഉറപ്പാണ്. നിബിധങ്ങളാണെങ്കിലോ മക്കയെ വെറുതെ പിടിച്ചടക്കാൻ വന്നതല്ല. നിരപരാധികളായ ബനൂ ഖുസാഅ ഗോത്രക്കാരെ, ഖുറൈശികളുടെ ആലൈസ്, അവരുടെ കൂടെയുള്ള സഖ്യശക്തി ബനൂ ബക്കർ ഗോത്രക്കാർ, ഒരു പാതിരാക്ക് നിരുപാധികം ഒരു കുഴപ്പവും ഒരു പ്രശ്നവും ചെയ്യാതിരുന്ന ബനൂ ഖുസാഅ ഗോത്രക്കാരെ മുഴുവൻ വാളുകൊണ്ട് വെട്ടി നിരത്തിയിട്ട് കൂട്ടക്കൊല ചെയ്തപ്പോ അതിന് പ്രതികാരം ചെയ്യാൻ വേണ്ടിയാണ് നബി തങ്ങൾ വരുന്നത്. കരാർ പൊളിച്ചതിന്റെ പേരിൽ, നിരപരാധികളെ കൊന്നൊടുക്കിയതിന്റെ പേരിൽ മക്കക്കാരായ പ്രമാണിമാർ ഹുദൈബിയ സന്ധിയിൽ ഒപ്പുവെച്ച ആളുകൾ, ഞങ്ങളുടെ കൂടെ നിൽക്കുന്ന ആളുകൾ അക്രമികളാണെങ്കിലും അല്ലെങ്കിലും ഞങ്ങൾ അവരെ സംരക്ഷിക്കുമെന്ന് ധിക്കാരം പറഞ്ഞപ്പോൾ അതിന് മറുപടി കാണിച്ചു കൊടുക്കാൻ വന്നതാ 10,000 സൈന്യം സ്വഹാബികളോടുകൂടെ വന്നത്. അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ കൈപിടിച്ച് ഈ മക്കയുടെ നേതാവ് ഹബീബിന്റെ ടെന്റിലേക്ക് കടന്നു വരികയാണ്. സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ ഇരിക്കുന്നു. ലോകത്തിന്റെ ഗുരു കടന്നു വന്നത് മറ്റാരുമല്ല, അബൂ സുഫിയാൻ ഇബ്നു ഹർബ് റളിയല്ലാഹു അൻഹു. ഹബീബായ നബി തങ്ങളുടെ മുമ്പിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു ചോദിച്ചു, അബൂ സുഫിയാനെ, നിങ്ങൾക്ക് ഇപ്പോഴും സമയമായിട്ടില്ലേ? ആരാണ് റസൂലുള്ളാഹി എന്ന് മനസ്സിലാക്കാൻ? കൊല്ലം കുറെ ആയില്ലേ? 10-22 കൊല്ലം കഴിഞ്ഞില്ലേ?
ഹബീബായ നബി തങ്ങളുടെ മുഅ്ജിസുകൾ കാണുന്നില്ലേ? ഹബീബിന്റെ അത്ഭുതങ്ങൾ കാണുന്നില്ലേ? എന്നിട്ട് മനസ്സിലായില്ലയോ ഇവരാരാണ് എന്ന്? അലം യഅനി ലക യാ അബാ സുഫിയാൻ അൻ തഅരിഫ മൻ ഹാദാ, ഈ റസൂൽ ആരാണ് എന്ന് അബൂ സുഫിയാനെ നിങ്ങൾക്ക് ഇപ്പോഴും ബോധം വന്നിട്ടില്ലേ? അബൂ സുഫിയാൻ കൊടുത്ത മറുപടി എന്താണെന്നറിയോ? ഉണ്ട്, എനിക്കിപ്പോഴും കുറച്ച് സംശയം ബാക്കിയുണ്ട്, ഏറെക്കുറെയൊക്കെ എനിക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. ഐ സ്റ്റിൽ ഹാവ് സം ഡൗട്ട്സ്. അതിൽ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അബൂ സുഫിയാൻ, നിങ്ങളുടെ കഴുത്തുനിന്ന് തലയങ്ങ് പോയാൽ ആ സംശയം മുഴുവൻ തീരും കേട്ടോ എന്ന് പറഞ്ഞു. നബി ഞങ്ങൾ പറഞ്ഞു, ഉമറേ അങ്ങനെ പറയരുത്, ഉമറേ അങ്ങനെ പറയരുത്. നബിയെ, ഈ തലയും കൊണ്ടുകൊടുന്നിട്ട് 22 കൊല്ലം കഴിഞ്ഞു, എന്നിട്ട് ഇപ്പോഴും പറയാം സംശയം ബാക്കിയുണ്ടെന്ന്. നബി ഞങ്ങൾ പറഞ്ഞു, ഉമറേ നിങ്ങൾക്കറിയുമോ, ചില ആളുകൾക്ക് സത്യം ബോധ്യപ്പെടാൻ ഒരുപാട് സമയമെടുക്കും. ചില ആളുകൾക്കത് പെട്ടെന്നാണ്, ചില ആളുകൾക്ക് ഒരുപാട് കാലമെടുക്കും. അതുകൊണ്ട് ഉമറേ, അബൂ സുഫിയാന്റെ സംശയം നിങ്ങൾ മാനിക്കണം. തങ്ങട്ട് പറഞ്ഞപ്പോ അബൂ സുഫിയാൻ ഇബ്നു ഹർബ് റളിയല്ലാഹു അൻഹു പുണ്യ നബിയുടെ കൈ പിടിച്ചുകൊണ്ട് പറയുകയാണ്, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. ഐ ഡിക്ലെയർ അണ്ടർ നോ കമ്പൽഷൻ, ആരും നിർബന്ധിച്ചുകൊണ്ടല്ല, ആരും എന്നെ ഫോഴ്സ് ചെയ്തതുമല്ല, ഞാനായിട്ട് പറയുകയാണ്, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്. There is no one, no deity worthy of worship except Allah. അവിടെ ഇസ്ലാം സ്വീകരിച്ചു. വഅഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്, and you messenger of God are the messenger of Allah. അല്ലാഹുവിൻ്റെ ഹബീബിനെ നബിയായി അംഗീകരിച്ചു, അല്ലാഹുവിൻ്റെ വഹ്ദാനിയത്തിനെ അംഗീകരിച്ചു. മക്കയുടെ നേതാവ് 23 കൊല്ലമെടുത്തു, 23 വർഷമെടുത്തു ഈ ഒരു തീരുമാനത്തിലേക്ക് എത്താൻ. ചില ആളുകൾ അങ്ങനെയല്ല, വളരെ പെട്ടെന്നാണ്, വളരെ പെട്ടെന്ന്. ജുബൈർ ഇബ്നു മുത്ഇം എന്നവർ പറയാണ്, വിശുദ്ധ ഹബീബായ നബി തങ്ങൾ സൂറത്തു തൂറിലെ ഈ ആയത്തുകൾ അങ്ങനെ ഓതുമ്പോ ഞാൻ എൻ്റെ കർണപുടങ്ങളിൽ വന്ന് ഹബീബിൻ്റെ മധുരമായ പാലായനം റസൂലുള്ളാഹി തങ്ങൾ ഓതുന്നത് വളരെ മനോഹരമാണ്. أم خلقوا من غير شيء أم هم الخالقون أم خلقوا السماوات والأرض بل لا يوقنون أم عندهم خزائن ربك أم هم المسيطرون. നബിയെ ചോദിക്കൂ, അവരാണോ അവരെ പടച്ചത്? അവരാണോ പ്രപഞ്ചം പടച്ചത്? അതല്ല, അവരുടെ കയ്യിലാണോ അള്ളാഹുവിൻ്റെ ഖസാനകൾ കിടക്കുന്നത്? അള്ളാഹുവിൻ്റെ ഖജനാവുകൾ കിടക്കുന്നത് അവരുടെ കൈകളിലാണോ? ചോദിക്കും നബിയെ. വഇൻ മിൻ ഷൈഇൻ ഇല്ലാ ഇൻദനാ ഖസായിനുഹു വമാ നുനസ്സിലുഹു ഇല്ലാ ബിഖദരിൻ മഅലൂം. ഏതൊരു സംഗതിയുടെയും ഖജനാവ് അള്ളാന്റെ കയ്യിലുണ്ട്, അള്ളാന്റെ കയ്യിലുണ്ട്. മൊബൈൽ ഫോണാണോ? അള്ളാന്റെ കയ്യിൽ അതിൻ്റെ ഖസാനകളുണ്ട്. എനർജിയാണോ, ഊർജമാണോ, അതിൻ്റെ ഖസാനകൾ അള്ളാന്റെ കയ്യിലുണ്ട്. വമാ നുനസ്സിലുഹു ഇല്ലാ ബിഖദരിൻ മഅലൂം. മനുഷ്യന് ആവശ്യമായ തോതിലും കണക്കിലും അളവിലും മാത്രമേ അള്ളാഹു ഭൂമിയിലേക്ക് അത് കൊടുക്കുന്നുള്ളൂ എന്ന് മാത്രം. അള്ളാഹുവിൻ്റെ അടുത്ത് അബൻഡൻസ്, അത് വളരെ, അതിൻ്റെ കയ്യും കണക്കുമില്ലാത്തത്ര റബ്ബിൻ്റെ കയ്യിലുണ്ട്. കൽക്കരി കൊണ്ട് ട്രെയിനോടിയിരുന്ന കാലം ഓർമ്മയുണ്ടോ? കൽക്കരി അവസാനിക്കാൻ പോകുന്നേ എന്ന് പറഞ്ഞ് ഒച്ചപ്പാടും ബഹളങ്ങളും ഉണ്ടായപ്പോൾ അതാ വരുന്നു പെട്രോളും ഡീസലും. നോക്കണേ, അത് തീർന്നു. അപ്പോൾ അല്ലാഹ് ഭൂമി അങ്ങ് തുറന്നു കൊടുത്തു. ഗൾഫ് നാടുകളുടെ ഉള്ളിൽ, ഗൾഫ് നാടുകളിൽ അതങ്ങ് കാണാൻ തുടങ്ങി. ഇനിയിപ്പോൾ അത് തീരും. ഒരു 65-70 കൊല്ലത്തെ സ്റ്റോറേജാണ് കൂടുതലും ഗൾഫ് രാജ്യങ്ങളിലൊക്കെ ഉള്ളത്. ഒരു 65 കൊല്ലം കഴിഞ്ഞാൽ പെട്രോളും ഡീസലൊക്കെ തീരും. ഉള്ളിൽ കിടക്കുന്ന സാധനങ്ങൾ എടുത്തെടുത്ത് തീരും. അപ്പോഴേക്കും ഇതാ സോളാർ എനർജി വന്നു. സൂര്യപ്രകാശം കൊണ്ട് ഊർജം സ്വീകരിക്കുക. സൂര്യൻ തീരുന്നൊരു സമയം ഇദശംസു കുവ്വിറത്, അപ്പോൾ പിന്നെ ഖിയാമത്ത് നാളാണ്, പിന്നെ ഇന്ന് ജീവിച്ചിരിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ അതുവരേക്കുള്ള എനർജി അള്ളാഹു തന്നു. നോക്കണേ, ഓരോന്നും. എന്നപ്പോൾ ഈ സോളാർ എനർജിക്ക് ഒരു 1000 കൊല്ലം മുമ്പ് അള്ളാഹു കൊടുത്തുകൂടായിരുന്നോ? മനുഷ്യന് അതിൻ്റെ ടെക്നോളജി കൊടുത്തുകൂടായിരുന്നോ? ഇല്ലാ ബിഖദരിൻ മഅലൂം. അത് മെല്ലെ മെല്ലെ മതി. ലതർകബുന്ന തബഖൻ അൻ തബഖ. നിങ്ങൾ മെല്ലെ 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 മുന്നോട്ട് വരുന്നവരാണ്. നോക്കണം, ഓരോ തലമുറയും വിചാരിക്കും നമ്മൾ ഭയങ്കര ഉഷാറാണ്. നമ്മൾ വാപ്പന്മാരിലേക്ക് നോക്കി, പാവട്ടെ നമ്മളെ വാപ്പാർ, അവരുടെ കാലത്ത് മൊബൈലൊന്നും ഇല്ല, ഇപ്പോഴല്ലേ ഇതൊക്കെ തുടങ്ങിയത്.
അപ്പം നമ്മളെപ്പറ്റി നമ്മളെ മക്കൾ അടുത്ത തലമുറ പറയും, പാവ നമ്മളെ വാപ്പാർ ഒരു ആകെ ഒരു മൊബൈൽ ഒരു ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാമൊക്കെ ഉള്ളായിരുന്നു, എന്തേ